മുംബൈയിൽ കനത്ത മഴ. നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി. ട്രെയിൻ, ബസ് ഗതാഗതം താറുമാറായി. ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അർജുൻ പിതാവരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് മുംബൈ നഗരം കടന്നു പോകുന്നത്. നമുക്കറിയാം, വലിയ ഗതാഗത ആവശ്യങ്ങളുള്ള നഗരമാണ്. അങ്ങനെ നിശ്ചലമാക്കാൻ കഴിയാത്ത സംവിധാനങ്ങളാണ്. അവിടെയാണ് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. മാധു, മുംബൈയെ സംബന്ധിച്ച് അടുത്ത 3 മണിക്കൂർ വളരെയധികം നിർണായകമാണ്. കാരണം അടുത്ത 3 മണിക്കൂറിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. രാവിലെ എന്തായാലും 7:30-ക്ക് ശേഷം മഴയില്ല, മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിൽ പല താഴ്ന്ന പ്രദേശങ്ങളിലും പൊങ്ങിയ വെള്ളം അത് താഴ്ന്നു പോകാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇനി മഴ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ സ്ഥിതി വീണ്ടും അതീവ ഗുരുതരത്തിലേക്ക് പോകുമെന്നുള്ള ഒരു കാര്യമാണ്, റിപ്പോർട്ടാണ് നിലവിൽ എന്തായാലും അവിടെ നിന്നും ലഭിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ സബർബൻ ലൈനിൻ്റെ പല മേഖലകളും താറുമാറായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ ഒരു ലൈൻ വീണ്ടും സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മുംബൈയിലെ പ്രധാന ലൈനുകൾ എന്ന് പറയുമ്പോൾ 6 പ്രധാന ലൈനുകളുണ്ട്. അതിൽ വെസ്റ്റേൺ ലൈൻ, സെൻട്രൽ ലൈൻ, അതുപോലെ തന്നെ ഹാർബർ ലൈൻ, ട്രാൻസ് ഹാർബർ ലൈൻ എല്ലാം തന്നെയുണ്ട്. അതിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ടത് സെൻട്രൽ ലൈനും അതുപോലെ തന്നെ ഹാർബർ ലൈനുമാണ്. ഈ സെൻട്രൽ ലൈനിൽ തന്നെ സ്ലോ, ഫാസ്റ്റ് എന്ന 2 മെയിൻ ലൈനുണ്ട്. അതിൽ സ്ലോ ലൈൻ മാത്രമാണ് ഇപ്പോൾ വീണ്ടും സർവീസ് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റു മേഖലകളിലെല്ലാം തന്നെ ട്രാക്കുകളിലടക്കം വെള്ളം കയറി ആ വെള്ളം ഇപ്പോൾ തിരിച്ച് വലിയ ഹൈ പവർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം തിരിച്ച് പുറത്തേക്ക് അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായിട്ടും ഈ ഗതാഗത യോഗ്യമാക്കാൻ ട്രെയിനുകളടക്കം വീണ്ടും ആ സർവീസ് പുനരാരംഭിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മുംബൈ നഗരത്തിൽ നിന്നും താനെ, പൂനെ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ബസ്സുകൾ, ഈ ബസ്സുകളുടെ സാധാരണ റൂട്ടുകളെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അന്ധേരി, അതുപോലെ തന്നെ ദാദർ, താനെ, വാസായി മേഖലകളിലൊക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങളാണ്. ഇവിടെയെല്ലാം വലിയ രീതിയിൽ തന്നെ ഒരാൾ പൊക്കത്തിലടക്കം പല മേഖലകളിലും വെള്ളമുണ്ട്. അത് താഴാത്തത് കൊണ്ട് തന്നെ ആ ഭാഗത്തുകൂടിയുള്ള ബസ് സർവീസുകളടക്കം സാധ്യമല്ല. അതുകൊണ്ട് പല ഇടങ്ങളിലും ബസ് റൂട്ട് മാറ്റിവിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഗതാഗതത്തെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനോട് ചേർത്ത് പറയാവുന്നതാണ്, സ്കൂളുകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉച്ച വരെയാണ് നിലവിൽ അവിടുത്തെ സർക്കാർ, സ്വകാര്യ സ്കൂളുകൾക്കെല്ലാം തന്നെ അവധിയുള്ളത്. അതിനുശേഷം ഈ സാഹചര്യം കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും അതിനുശേഷമുള്ള തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 13 ജില്ലകളിലായിട്ട് വ്യത്യസ്തമല്ല. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ട്. 78 പേർ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 8 മരണം ഉണ്ടായിട്ടുണ്ട്. ഓടയിൽ വീണ് പോയൊരു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അസമിലെ ഒരു പൊതു സാഹചര്യം? മാധു, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തന്നെ അസമിൽ കനത്ത മഴയാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മപുത്ര നദി, അതുപോലെ തന്നെ അതിൻ്റെ കൈവഴികൾ ഉൾപ്പെടെ ഏകദേശം 9 നദികളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ കരകവിഞ്ഞൊഴുകുന്ന പ്രളയജലം 29 ജില്ലകളെ ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 24 ലക്ഷത്തിലധികം ആളുകളെയാണ് ഈ പ്രളയം ബാധിച്ചിരിക്കുന്നത്. അതിൽ ഇന്നലെ മാത്രം 8 മരണം സ്ഥിരീകരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തിനിടയിൽ ഈ പ്രളയ ദുരിതത്തിൽ മരിച്ചവരുടെ എണ്ണം 78ലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 ജില്ലകളിൽ നിന്നായിട്ട് മാത്രം 50,000-ലധികം ആളുകളെ 577 ക്യാമ്പുകളിലേക്കായിട്ട് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ അപകടങ്ങൾ തുടർക്കഥയാവുന്നുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള ആൾനാശവും സംഭവിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കൂടുതൽ NDRF സംഘത്തെ വിന്യസിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം. വലിയ തോതിൽ പ്രളയമുണ്ടാവുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ, ഉത്തരേന്ത്യയും ആകെ ബുദ്ധിമുട്ടിലാക്കി കാലാവസ്ഥാ വ്യതിയാനം.